ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷനാണ്. അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പഞ്ച് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ഡെക്കറേഷൻ മാത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ വിപ്പിംഗ് ക്രീം ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്പഞ്ചിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ഏറ്റവും താഴെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ വിപ്പിംഗ് ക്രീം ഈ ഒരു ലെയറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ മൂന്നാമത്തെ ലെയറും വെച്ച് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ കേക്കിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. കത്തി വെച്ചോ അതല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ നന്നായിട്ട് കംപ്ലീറ്റ് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുക. അതിന് ശേഷം അവസാനം ഇതേപോലെ ഒരു കാർഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷാർപ്പ് എഡ്ജും അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഐസിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുകയാണ്. മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗണാഷ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഒരു 2 തുള്ളി റെഡ് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഗണാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ബാക്കി വന്നിട്ടുള്ള ഗണാഷ് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗണാഷിൻ്റെ അളവിനനുസരിച്ച് അത് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഗണാഷും ഞാനിപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡിസൈനും കൂടെ കേക്കിൻ്റെ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ആദ്യം ഒന്ന് ക്രോസായിട്ട് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം അടുപ്പിച്ച് ഇതേപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ ഒരു 95% നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രാത്രിയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറിൽ വരുന്ന സ്പ്രിങ്കിൾസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കോ അല്ലെങ്കിൽ പിസ്ത കേക്കോ ഏത് കേക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് സിൽവർ കളറിൽ വരുന്ന കുറച്ച് ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടോപ്പർ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷൻസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്